എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഫ്രണ്ട്സൊക്കെ കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഐ മീൻ അതായത് നല്ലുണ്ട് വീഡിയോ, എവിടെയൊക്കെ നല്ലതാണ്, എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സന്തോഷം. അതുപോലെ ഇന്നലെ ആക്ച്വലി ഞാൻ പുറത്തു പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉണ്ണീനെ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ കൊള്ളാം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്തൊരു 1 lakh റുപ്പീസൊക്കെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന്. കാരണം എല്ലാവർക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് ഇത്രയും വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെ തുടങ്ങണമെന്നുള്ളത്. അതായത് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഞാൻ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു കാര്യമാണ്, ഞാൻ അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ഒക്കെ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, അത് വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. എപ്പോഴും ഒരു ചെറിയ എമൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഒരു 1000 റുപ്പീസ് മതി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതായത് മാർക്കറ്റിനെ പറ്റി അറിയാത്തതുകൊണ്ട് എല്ലാവരും കൺഫ്യൂസ് ചെയ്ത് എന്തോ ഒരു വലിയൊരു സംഭവമാണ്, അറിയാതെ ഇതിൽ പോയി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കുറേ നഷ്ടപ്പെടും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കുറേ സ്ഥലങ്ങളിൽ, കുറേ ആൾക്കാർക്ക്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് റിസ്ക് ഇല്ലാത്ത രീതിയിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടർ എന്ന നിലയിൽ ഒരു ബിഗിനർ എന്ന നിലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിലാകുമ്പോൾ SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ ഒരു മന്ത്ലി ഒരു 2000 റുപ്പീസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് നമ്മൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് എത്ര ഇയർലി എത്ര പെർസെൻറ്റേജ് കൂടണം. അതായത് ഇന്ന് ഞാനൊരു 2000 രൂപയാണ് ഇടുന്നുണ്ടെങ്കിൽ ഒരു വർഷമോ അല്ലെങ്കിൽ 6 മാസമോ കഴിയുമ്പോൾ ഒരു 10%, 15% കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. അതിനകത്ത് SIPയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ടേംസ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വാല്യൂവിൽ സ്റ്റാർട്ട് ചെയ്ത് അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം, അതായത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ മാത്രം കൂടുതൽ വാല്യൂവിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടിയാൽ മതി കേട്ടോ. പിന്നെ എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഭാഷ ഞാൻ സംസാരിച്ചപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതായത് ഞാൻ എൻ്റെ നാട് കണ്ണൂരാണ്. അപ്പോൾ എൻ്റെ ഭാഷയിൽ ചില സ്ഥലത്തൊന്നും ഇപ്പോൾ കണ്ണൂർ ഭാഷ വരുന്നില്ല എന്നല്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഭാഷയല്ല ഞാൻ ഇതിൽ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞത് അൺകോൺഷ്യസ്ലി നടക്കുന്നൊരു സംഭവമാണ്. കാരണം ചിലപ്പോൾ ഇതുപോലുള്ളൊരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുമ്പോൾ വരുന്നതാണ് അങ്ങനെ ഒരു ഭാഷ. പിന്നെ ഖത്തറിലായതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ആൾക്കാർ, ഞാൻ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ ആയിട്ട് പല ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ന്യൂട്രൽ ഭാഷയിലേക്കാണ് വന്നിട്ടുള്ളത്, അവിടെ ഇവിടെ ഇല്ലാത്ത രീതിയിൽ. ഓക്കെ. അപ്പോൾ ഞാൻ ടോപ്പിക്കൊന്നും മാറിപ്പോകുന്നില്ല. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെടും, എന്നിട്ട് അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം മാത്രം വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോയാൽ മതി. ഈ പറഞ്ഞതുപോലെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ സ്റ്റാർട്ട് ചെയ്യുക, ഗ്രാജുവലി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എപ്പോഴും ഒരു മൾട്ടിപ്പിൾ സ്ട്രീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഒരു 20% ഒരു സ്ഥലത്ത്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ 20% മ്യൂച്വൽ ഫണ്ടിൽ, പിന്നെ ബാക്കിയുള്ളത് മേ ബി റിയൽ എസ്റ്റേറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ വേറെ ദിവസം വരാം.